ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നതാണ്. പൊതിച്ചോറ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നതും പിന്നെ ഞാൻ ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ടുള്ള ഒരു പൊതിച്ചോറ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് കാണുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും. ഇങ്ങനെ കൊണ്ടുപോകാത്തവരാരുമില്ല. അപ്പോൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവും, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാവേ. ഇത് എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരും. അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അമ്മ ഇങ്ങനെ ചോറ്, ഞങ്ങൾക്ക് ചോറ്റുപാത്രം ഉണ്ട്, എന്ന് വെച്ചാൽ വട്ടപാത്രം ഉണ്ടല്ലോ, വട്ടപാത്രം ഉണ്ടാവും. അതിനകത്ത് കൊണ്ടുപോകും. പിന്നെ ഇലയും വെട്ടി തരും. കാരണം ഇലയ്ക്കൊന്നും നമുക്ക് ക്ഷാമമില്ല. ഇല ഈ വാഴ കൃഷിയുള്ളത് കൊണ്ടൊക്കെ ഇല എപ്പോഴും കിട്ടും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് കാറ്റടിച്ചിട്ട് എല്ലാ ഇലയും കീറിപ്പോവും. അപ്പോൾ എൻ്റെ അമ്മ എന്നും പറയുന്നൊരു കാര്യമായിരുന്നു ചെറുതിലെ. ഇപ്പോൾ അമ്മയില്ല പറയാൻ വേണ്ടിയിട്ട്. ഒരു തേങ്ങ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു, അവസാനമായിരുന്നു പ്രീ ഡിഗ്രിയുടെ. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ചമ്മന്തി എന്നും വേണം. അതിന് അരമുറി തേങ്ങയുടെ ചമ്മന്തി എനിക്കായിട്ട് തന്നെ ഞാൻ അരച്ചു കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചതുണ്ടാവും. കാരണം തലേന്ന് പൊരിച്ച് വെച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ മീൻ കൊണ്ടുവരും അവിടെ. അപ്പോൾ അത് പിന്നെ പൊരിച്ചതോ ഉണ്ടാവും. പിന്നൊരു തോരനുണ്ടാവും. പിന്നൊരു മുട്ട പൊരിച്ചതുണ്ടാവും. പിന്നെ അച്ചാർ എന്തെങ്കിലും ഉണ്ടാവും. ഇത്രയും എനിക്ക് വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ എനിക്ക് തന്നു വിടുന്നതെന്ന് പറഞ്ഞാൽ, ഞാനും പാല് കുടിക്കാത്തത് കൊണ്ട് എനിക്ക് തൈര് കുപ്പിയിലാക്കി തന്നു വിടും. അതും അന്നൊക്കെ പൊട്ടുന്ന കുപ്പിയാണല്ലോ, ഗ്ലാസ് കുപ്പിയാണ്, ചെറിയ കുപ്പിയിൽ തന്നു വിടും. അപ്പോൾ നല്ല കട്ട തൈരും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ടിരുന്ന് കഴിക്കാൻ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ആ ടേസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നതിന് നമുക്കത് കിട്ടത്തില്ല, അന്നത്തെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്നവർക്ക് അങ്ങനെയുള്ള ഓർമ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. അത് കേൾക്കാൻ ഒരു സുഖമല്ലേ നമുക്ക്. അപ്പോൾ ഞാനിന്ന് ഷോപ്പിൽ പോകുന്ന ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ഷോപ്പിലേക്ക് ഞാനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയായപ്പോൾ ഞാനതിൻ്റെ പൊതി കഴിക്കുക. ആ പൊതി കഴിക്കുമ്പം വരുന്ന ഒരു മണം ഉണ്ടല്ലോ, അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണം. അത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ മണവും സഹിച്ചുകൊണ്ട് എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. ഞാനപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.